മാഷെ വലിയൊരു അഭിമാന മുഹൂർത്തമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇന്ന് നാടിന് സമർപ്പിക്കുന്നത്. അത് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും അത് ഭാവിയുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറാൻ പോവുകയാണ്. ഇന്ത്യയുടെ കവാടമായിട്ട് വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. ഒരു സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനത്തോടുകൂടി അത് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിതൃത്വത്തിനൊന്നും കാര്യമില്ല. അങ്ങനെ നായനാർക്കാവുണ്ട്. ആർക്കെങ്കിലും ഇതിന്റെ പിതൃത്വം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നായനാർക്കാണ്. കാരണം അദ്ദേഹമാണ് ഇത് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് രാജാക്കന്മാരുടെ കാലത്ത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് കൊടുക്കുക. ഞങ്ങളിപ്പോൾ ഇന്നയാൾക്ക് കൊടുക്കണം, ഇന്നയാൾക്ക് കൊടുക്കേണ്ട പറയുന്നില്ല. ഇത് പ്രാവർത്തികമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതിന്റെ മുഖ്യമന്ത്രി സഖാവ് നായനാരുടെ സഖാവ് പിണറായിയുടെയും ഉറച്ച നിലപാടിന്റെ ഫലമായിട്ടാണ്. അത് കേരളത്തിലെ ജനങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിന്റെ പേരൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അന്ന് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു പദ്ധതിയായിട്ട് നിൽക്കുമായിരുന്നു. അത് അന്നത്തെ പരിസ്ഥിതിയിലാണ് അവർ അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അന്ന് ശക്തിയായി എതിർത്തതാണ്. പ്രതിപക്ഷം പറയുന്നത് കമ്പനി ചെയ്യേണ്ടത് ചെയ്തു, സർക്കാർ ഇത് വൈകിയാണ് ചെയ്തതെന്നുള്ള ആരോപണം. കമ്പനി ചെയ്തതല്ല, UDF-കാരോട് ഒറ്റ കാര്യം വരെ. നിങ്ങളെ ഏതാ മാതൃഭൂമിയല്ലേ? മാതൃഭൂമിയോട് ഒറ്റ കാര്യം ഞാൻ പറയാം. ഇവിടെ പദ്ധതി പ്രവർത്തനം ആരംഭിച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വലിയ കലാപം സംഘടിപ്പിച്ച് ഇത് ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെ വന്ന് കലാപത്തിന് നേതൃത്വം കൊടുത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയും CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളുമാണ്. ഉറച്ച നിലപാട് സ്വീകരിച്ചു. എന്തിന്റെ മേലെയും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ പ്രൊജക്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇല്ലേ? അതിന്റെ വിഷുവിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വെല്ലുവിളിച്ചല്ലോ ആ വിഷുവിൽ കാണിക്കാൻ. എന്താ നിങ്ങൾ ആരും കാണിക്കാത്തത്? അത് UDF-കാർ പറയുന്നത് അത് നടത്തലായ പാടില്ല എന്നല്ലേ പറഞ്ഞത്. ഇത് ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അസംബന്ധം പറയാണ്. അസംബന്ധം പറയുന്നതിനൊന്നും ഒരു തരത്തിലുള്ള പ്രയാസവും അവർക്കൊന്നുമില്ല. ഇതാ കാര്യം. അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയാണ്. അദ്ദേഹത്തൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ച് മുന്നോട്ടേക്ക് പോയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഒരു നയാ പൈസ പോലും ഈ പ്രൊജക്ടിന് വേണ്ടി കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളായിട്ട് നടക്കുന്ന BJP-കാരിപ്പോ തരങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെ പരിപാടിയാണ്. ഞങ്ങളെ പരിപാടി കുടിക്കാൻ വേണ്ടി നടന്നതാണ്, കലാപം നടത്താൻ പുറപ്പെട്ടതാ. ഒരു പങ്കുമില്ല, അതില്ല. അല്ല, ഗവൺമെന്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ, അത് പറയാം. അത് നന്നായി. അത് നന്നായി, കുഴപ്പമില്ല. പ്രധാനമന്ത്രി ആരും നിന്ദിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒക്കെ ഇതിന്റെ അകത്ത് പങ്കും പങ്കാളിത്തവും ഉണ്ട്. പക്ഷെ പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം നിർവഹിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പരിപാടി കേരള ഗവൺമെന്റ് അതിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഖിലേന്ത്യാടിസ്ഥാനത്തിലും ലോകത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടനമാണ്. ശരി. ഈ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസും UDF-ഉം BJP-യും എടുത്ത നിലപാട് കലാപത്തിലേക്ക് പോയത്, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിഴിഞ്ഞത്ത് നടന്നെയാണ്. അതാ ഞാൻ പറഞ്ഞു, വിഷു കാണിക്കാൻ. നിങ്ങൾ പറഞ്ഞില്ല, കാണിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലില്ലേ അതെല്ലാം. നിങ്ങളെല്ലാം ഞാൻ വെറുതെ പറഞ്ഞിട്ട് പദപ്രയോഗം കൊണ്ട് വെറുതെ വിഷമപ്പെടുത്തണ്ട. കരാർ ഒപ്പിട്ടത് യാഥാർത്ഥ്യമാണ്. അതിന്റെ സംബന്ധിച്ചുള്ള പക്ഷേ ഇതിനേക്കാളും മെച്ചപ്പെട്ട കരാർ ഉണ്ടാക്കാമായിരുന്നു. അതാ കാര്യം. ഞങ്ങളന്ന് ഞാൻ ഉന്നയിച്ചതാണ്, ഇപ്പോൾ ഉന്നയിക്കുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളമില്ലേ, അത് ആ രീതിയിൽ ഗവൺമെന്റിന് തന്നെ കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായിട്ട് സാധിക്കുമായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ മാറിപ്പോയത്. അത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന്റെ ഭാഗമാണ്. അത് BJP നിലപാട് തന്നെയാണ്, കോൺഗ്രസിന്റെയും നിലപാട് തന്നെയാണ്.